നമ്മളിന്ന് പോകുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചൊക്കന എന്ന സ്ഥലത്തേക്കാണ് കേട്ടോ. ചിമ്മിനി ഡാമിന് സമാന്തരമായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ ഈ ചൊക്കന എന്ന് പറയുന്നത്. സ്ഥിരമായി കാട്ടാനക്കൂട്ട് ഇറങ്ങുന്ന ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ ഒരു ആനഗ്രാമമാണെന്ന് വേണമെങ്കിൽ പറയാം. പോകുന്ന വഴിക്ക് റബ്ബർ എസ്റ്റേറ്റുകളും അതുപോലെ തെക്കിൻ കാടുകളാണ് കേട്ടോ കൂടുതലുള്ളത്. പിന്നെ ബ്രിട്ടീഷുകാരുടെ അധീനതയുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ പഴയ പാലങ്ങളും തൂക്കുപാലങ്ങളും എല്ലാം കാണാൻ കഴിയും കേട്ടോ. ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിൽ ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ പണിത ഒരു പാലം ട്ടോ ഇത്. ഏകദേശം 100 വർഷത്തോളം പഴക്കമുള്ള പാലം. പോകുന്ന വഴിക്ക് ഇതുപോലെ ഹാങ്ങിങ് ബ്രിഡ്ജുകൾ കാണാൻ കേട്ടോ. ഈ തൂക്കുപാലം എന്ന് പറയുന്നത് ഇവിടുത്തെ റബ്ബർ എസ്റ്റേറ്റ് തൊഴിലാളികളും അതുപോലെ നാട്ടുകാരും ഈ അരുവി മുറിച്ച് കടക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇത് പോകുന്ന വഴി കണ്ട രണ്ടാമത്തെ ഹാങ്ങിങ് ബ്രിഡ്ജ് ആണ് കേട്ടോ. പിന്നെ പോകുന്ന വഴി ഒരു എസ്റ്റേറ്റ് കാണാൻ കഴിയും. അതിനോട് ചേർന്നൊരു ഗ്രൗണ്ടും അതിനോട് തന്നെ ചേർന്ന് നിൽക്കുന്ന ഒരു ചായക്കടയൊക്കെ ആയിട്ടൊരു അതിമനോഹരമായിട്ടൊരു ദേശം. അതിനടുത്ത് തന്നെ ഒരു എസ്റ്റേറ്റ് ഉണ്ട്. ആ എസ്റ്റേറ്റിനകത്തേക്ക് കയറണം എന്നുണ്ടെങ്കിൽ നാട്ടുകാരോട് അനുമതി ചോദിച്ചിട്ട് വേണം പോകാൻ. അപ്പൊ അങ്ങനെ നടന്നു പോയി കഴിഞ്ഞാൽ അതിനകത്തും ഇതുപോലെ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ് കാണാൻ കഴിയും. കയറുന്നുണ്ടെങ്കിൽ നമ്മുടെ റിസ്കിൽ വേണം കയറാൻ, കാരണം അത്രയും പഴക്കമുള്ളതാണ്. പകുതി വനപ്രദേശം കൂടി ആയതുകൊണ്ട് തന്നെ ഒരുപാട് വന്യമൃഗങ്ങളെല്ലാം ഇറങ്ങുന്ന ഏരിയ കേട്ടോ. പ്രധാനമായിട്ട് കാട്ടാനകളാണ് ഇറങ്ങാറുള്ളത്. പിന്നെ അവിടെ നാട്ടുകാർ പറഞ്ഞ പ്രകാരം ഇവിടെ ഒരു കുന്നിന് മുകളിൽ സ്ഥിരമായിട്ട് ആനയുടെ സാന്നിധ്യമുള്ള ഒരു സ്ഥലം ഉണ്ടെന്ന് അറിയാൻ കഴിയും. അതുപ്രകാരം ആനയെ അന്വേഷിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈയിടെയായിട്ട് ഇവിടെ ഒരു പുലിയുടെ സാന്നിധ്യം കണ്ടെന്ന ഒരു ന്യൂസും കണ്ടിരുന്നു. ഞാൻ ആനയെ തേടി ഞങ്ങൾ പോകുമ്പോൾ ഒരു ചേട്ടനെ പരിചയപ്പെട്ടു. അപ്പൊ ആ ചേട്ടൻ പറഞ്ഞു, ഇത്ര നേരം ഇവിടെ നിന്നിരുന്നതാണ്, അപ്പൊ താഴോട്ട് അരുവിയിലോട്ട് ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ആനയെ ഫസ്റ്റ് സൈറ്റിംഗ് ആണ്. ആനയെ ഞങ്ങൾ സ്പോട്ട് ചെയ്തു. ആ ചേട്ടൻ ദൂരത്തേക്ക് ചൂണ്ടി കാണിച്ചു തന്നു. പിന്നെ ക്യാമറക്ക് അത്ര സൂമിങ് ഇല്ലാത്തതുകൊണ്ട് അത് ക്ലിയർ ആയിട്ട് കിട്ടിയതുമില്ല. അങ്ങനെ അകലെയാണ് ആനകളൊന്ന് മെയ്യുന്നത് കണ്ടത്. ഒരു ആനക്കൂട്ടം തന്നെ ഉണ്ട്.
പോകുന്ന വഴി മരങ്ങളെല്ലാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ മലയണ്ണാനെയും അതുപോലെ മറ്റു പക്ഷികളെല്ലാം കാണാൻ കഴിയട്ടോ. നല്ല ക്വാളിറ്റിയുള്ള ക്യാമറ ഒക്കെ കൈ കരുതുകയാണെങ്കിൽ ഒന്നും കൂടിയും നല്ലതായിരിക്കും. ഇവിടെ അടുത്ത് 976 എന്ന് പറഞ്ഞൊരു പള്ളി ഉണ്ട് കേട്ടോ. ഇതൊരു റബ്ബർ എസ്റ്റേറ്റ് നടുക്കാണ്ട് സ്ഥിതി ചെയ്യുന്നത്. ഇതിന് പുറകിലൊരു അരുവിയും പോകുന്നുണ്ട്. ഈ പള്ളിയിൽ ഉസ്താദ് പറഞ്ഞ പ്രകാരം ഇവിടെ ആനകളും അതുപോലെ ഇടയ്ക്ക് പുലിയുടെ സാന്നിധ്യമൊക്കെ ഉള്ള ഒരു സ്ഥലമാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇതിവിടെ അടുത്തുള്ള മറ്റൊരു തൂക്കുപാലമാണ് കേട്ടോ. ഇതിൽ പക്ഷെ കയറാൻ പാടില്ല എന്നൊന്നും ബോർഡൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒന്ന് കടന്നു നോക്കാമെന്ന് കരുതി. ഒരേ സമയം 3 പേർ മാത്രം ഈ പാലത്തിലൂടെ കടക്കാൻ പാടുള്ളൂ എന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, പ്രധാനമായിട്ട് ഈ പാലം ആശ്രയിക്കുന്നത് ഇവിടുത്തെ റബ്ബർ എസ്റ്റേറ്റ് തൊഴിലാളികളാണെന്ന്. അങ്ങനെ അവരത് മുറിച്ച് കടക്കുന്നുണ്ട്. പക്ഷെ അവർ 3 പേരൊന്നും അല്ല, അതിലധികം ആൾക്കാർ കടന്നു പോകുന്നൊക്കെ ഉണ്ട്. പിന്നെ അവർക്ക് സ്ഥിരമായിട്ട് പോകുന്നതുകൊണ്ട് ഒരു ശീലമായിട്ടായിരിക്കണം. നമ്മൾ ആദ്യം ആന കണ്ട സ്പോട്ടിൽ ചേട്ടൻ പറഞ്ഞിരുന്നു വൈകുന്നേരം 5 മണിയൊക്കെ ആകുമ്പോൾ ആനകൾ ഇറങ്ങുന്ന സമയമാണെന്ന്. അങ്ങനെ അവിടെ എത്തിയപ്പോൾ കുറച്ചും കൂടി അടുത്തായിട്ട് ആനകളെ വീണ്ടും കാണാൻ സാധിച്ചു. ഒരു ആന ഫാമിലി തന്നെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അനിമൽ സൈറ്റിങ്ങിന് വേണ്ടിയാണ് കാടിനകത്ത് വരുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരം വരുന്നതായിരിക്കും നല്ലത്. പിന്നെ അനിമൽസിനെ കണ്ടാൽ അവറ്റുകളുടെ അടുത്തേക്ക് പോകാതിരിക്കുക. പിന്നെ അവർക്ക് ശല്യമുണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവൃത്തികൾ ചെയ്യരുത്. പിന്നെ നമ്മൾ ഇതുപോലുള്ള സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യുമ്പോൾ അവിടുത്തെ നാട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കും.
പലപ്പോഴും ഭക്ഷണം കഴിച്ച് അതിന്റെ വേസ്റ്റ് കളയുകയും അതുപോലത്തെ മദ്യപിച്ച് കുപ്പികളെല്ലാം വലിച്ചെറിയുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവാറുണ്ട്. അതെല്ലാം ഒഴിവാക്കുക.